ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകുകയാണ്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. എയിംസിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജൻപത്തിലേക്ക് കൊണ്ടുപോകും. അതിന് ഉള്ള ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് നിതിൻ അംബുജൻ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. സംഭവബഹുലമായ ഒരു 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 ജീവിതം അതിന് തിരശ്ശീല വീഴുകയാണ് ഇവിടെ. വിവിധ ഘട്ടങ്ങളിലൂടെ മൻമോഹൻ സിംഗിൻ്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതമൊക്കെ കടന്നു പോകുന്നത് ഈ പതിറ്റാണ്ടുകൾക്കിടെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്ന ഒരു പക്ഷേ അദ്ദേഹം 1966 വരെ പഞ്ചാബ് സർവകലാശാലയും പിന്നീട് ഡൽഹി സർവകലാശാലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്. 3 വർഷം അദ്ദേഹം യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തു. 72 മുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയ നേതൃത്വവുമായി ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. 72-ലാണ്. അന്ന് ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം ജോലി ചെയ്തു തുടങ്ങി. 76 ധനമന്ത്രാലയത്തിലെ സെക്രട്ടറിയായി കുറെ കൂടി ഉന്നത ഉദ്യോഗസ്ഥനാകുന്നു. 80-82 കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗമാണ്. പോളിസി മേക്കിങ്ങിൽ, നയരൂപീകരണത്തിൽ നിർണായക പങ്ക് അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ വഹിക്കാൻ കഴിഞ്ഞു. 82-ൽ അദ്ദേഹം RBI ഗവർണറായി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. 82-ൽ ഗവർണറാകുന്നു. 91-ൽ നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോഴാണ് RBI ഗവർണറായി. അപ്പോഴും മൻമോഹൻ സിംഗ് അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് മൻമോഹൻ സിംഗിനെ നരസിംഹറാവു ഒരു അപ്രതീക്ഷിത നീക്കത്തിലൂടെ ധനമന്ത്രിയായി തീരുമാനിക്കുകയും ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് പോലും ഒരു ധനമന്ത്രി പാർട്ടിക്ക് പുറത്ത്, രാഷ്ട്രീയത്തിന് പുറത്ത് നിന്നൊക്കെ വരുന്നതിൽ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നരസിംഹറാവു അതിനെയൊക്കെ തള്ളിക്കളയുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്ക് മുതിർന്ന മൻമോഹൻ സിംഗിന് എല്ലാ അനുമതിയും കൊടുത്ത് അതുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് നരസിംഹറാവു അനുവാദം കൊടുക്കുകയും ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് മറ്റൊരു തരത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ധനമന്ത്രിയെയാണ്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവാകുകയും ചെയ്തത്. ധനമന്ത്രിയായി 4 മാസം കഴിഞ്ഞ് ഏതാണ്ട് 91 ഒക്ടോബറിലാണ് മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അസമിൽ നിന്ന് പിന്നീട് തുടർച്ചയായി ഏതാണ്ട് 33 വർഷം നീണ്ട പാർലമെൻ്ററി ജീവിതം, 33 വർഷം തുടർച്ചയായി അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. ലോക്സഭയിലേക്ക് അദ്ദേഹം നേരത്തെ മത്സരിച്ചു. ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ അന്ന് വിജയകുമാർ മൽഹോത്രയോട് ഡൽഹിയിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്തു. VK മൽഹോത്രയും മൻമോഹൻ സിംഗും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള 2 നേതാക്കന്മാരായിരുന്നു. പക്ഷേ അതിൽ മൽഹോത്രയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടില്ല. രാജ്യസഭയിൽ അദ്ദേഹം ഡൽഹി സൗത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടത്. പിന്നീട് തുടർച്ചയായി 33 വർഷം അദ്ദേഹം മികച്ച പാർലമെന്റേറിയനായി രാജ്യസഭയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിജീവിതം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹം അധികം സംസാരിക്കാറില്ല എന്നതായിരുന്നു. കാര്യമാത്ര പ്രസക്തമായി മാത്രമേ പറയാറുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ വളരെ കുറിക്കൊള്ളുന്നതാണ്. ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന നോട്ട് നിരോധനത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ അന്ന് അക്കാലത്ത് നോട്ട് നിരോധനത്തിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനമായി ഉയർന്നു വരികയും അത് പിന്നീട് പല ഘട്ടങ്ങളിൽ അത് ആവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ്, സംഘടിത കൊള്ള എന്നാണ് അതിന് മലയാളത്തിൽ വേണമെങ്കിൽ നന്നായി പറയാൻ കഴിയും. അങ്ങനെ സംഘടിത കൊള്ള എന്ന് നോട്ട് നിരോധനത്തെപ്പറ്റി പറഞ്ഞത് മൻമോഹൻ സിംഗ് ആയിരുന്നു. അത് യഥാർത്ഥത്തിൽ BJP സർക്കാരിന് ഒരു പ്രഹരം ആയി ആ വിമർശനം വന്നു പതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പലപ്പോഴും ഈ സാമ്പത്തിക വിദഗ്ധരെ കോട്ട് ചെയ്യാറുണ്ട്. അതിൽ അദ്ദേഹം ഈ ഫ്രഞ്ച് ചിന്തകനും എഴുത്തുകാരനുമായ വിക്ടർ ഹ്യൂഗോയെ പറ്റി വിക്ടർ ഹ്യൂഗോയുടെ ഒരു പ്രധാനപ്പെട്ട പരാമർശം മൻമോഹൻ സിംഗ് പാർലമെൻറ്റിലെ ആദ്യ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതിന് മലയാളം ഇങ്ങനെയാണ്: ഭൂമിയിലെ യാതൊരു ശക്തിക്കും ഒരാശയത്തെ അതിൻ്റെ സമയം വന്നാൽ തടുത്തു നിർത്താനാകില്ല എന്നാണ് പറയുന്നത്. നാം ഏറ്റെടുത്ത ദീർഘവും കഠിനവുമായ യാത്രയിൽ മുന്നിൽ കിടക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറച്ച് കാണുന്നില്ല. പക്ഷേ ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ ഉയർച്ച അത്തരമൊരാശയമാണെന്ന് ഈ സഭയെ ഞാൻ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലോകമെങ്ങും ഇത് വ്യക്തമായി മുഴങ്ങി കേൾക്കട്ടെ. ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. നാം ജയിക്കും, നാം അതിനെ മറികടക്കുമെന്ന് വളരെ ആത്മവിശ്വാസമുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനായ ഒരു ധനമന്ത്രിയായി മൻമോഹൻ സിംഗ് അവിടെ പറയുകയും ചെയ്തു. 2021 ജൂലൈ 23 അതിൻ്റെ വാർഷികത്തിൽ, അതായത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നതിൻ്റെ വാർഷികത്തിൽ അത് എനിക്ക് നിറവേറ്റേണ്ട വാഗ്ദാനങ്ങളുണ്ട്, ഉറങ്ങുന്നതിന് മുൻപ് പോകേണ്ട ദൂരമുണ്ട് എന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം നടത്തിയ പ്രസംഗം. അങ്ങനെ തത്വചിന്താപരമായ പ്രസംഗങ്ങളിലൂടെ, ചിന്തോദ്ദീപകമായ പരാമർശങ്ങളിലൂടെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ഒരു പാർലമെന്റേറിയനെ മൻമോഹൻ സിംഗിലൂടെ നമ്മൾ പലകുറി കണ്ടിട്ടുമുണ്ട്.